ഋഷിപാൽ, ഇപ്പോൾ ഇ ഡി കൂടി ഈ അന്വേഷണത്തിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇ ഡിക്ക് വഴിതെളിക്കുകയായിരുന്നു SFIO എന്ന വിലയിരുത്തലുമുണ്ട്. അങ്ങനെ ഇ ഡി എത്തുന്നതോടുകൂടി തന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ ഇ ഡി എത്തുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള വിലയിരുത്തൽ BJP നടത്തുന്നുണ്ടോ? അത് CPM എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത്? സ്മൃതി, മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കാൻ വേണ്ടിയാണ് ഇ ഡി എത്തുന്നത് എന്ന വിലയിരുത്തൽ തന്നെയാണ് CPM നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ CPM നേതൃത്വം പ്രതിരോധം തീർക്കുന്നത്. വീണയ്ക്കെതിരെയുള്ള ഈ അന്വേഷണം, അത് SFIO അന്വേഷണമാകട്ടെ, പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിനെയടക്കം പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്ന ഒരു വാദം, അങ്ങനെ ഒരു ആരോപണം തന്നെ തുടക്കത്തിൽ തന്നെ പ്രതിരോധ മതിലെന്ന രീതിയിൽ തന്നെ CPM ഉയർത്തിക്കഴിഞ്ഞു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള അന്വേഷണം വരുമ്പോൾ അന്ന് ബിനീഷ് കോടിയേരിക്കെതിരെ മാത്രമായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ പേര് പരാമർശിച്ചില്ല എന്ന ഒരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. ആ വിവാദം കത്തിയപ്പോൾ അങ്ങനെ ഏതായാലും പിണറായിക്ക് സംരക്ഷണം ഒരുക്കി അത് രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ് CPMന്റെ ഭാഗത്ത് തുടക്കം മുതൽ തന്നെ ഉണ്ടാവുക. നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനെത്തിയപ്പോഴൊക്കെ CPM എങ്ങനെയാണോ പ്രതിരോധം തീർത്തത്, സമാനമായ രീതിയിൽ തന്നെ പ്രതിരോധം തീർക്കും. പക്ഷേ ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. LDFൽ തന്നെ ഈ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുണ്ട്. CPI നേതൃത്വം ഈ കാര്യത്തിൽ വീണയ്ക്ക് പ്രതിരോധം തീർക്കാൻ തയ്യാറല്ല. പക്ഷേ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. മുഖ്യമന്ത്രിക്കൊപ്പമായിരുന്നു, സർക്കാരിനൊപ്പമായിരുന്നു ഘടകകക്ഷികൾ എല്ലാവരും. ആ രീതിയിലായിരിക്കില്ല ഇനി അങ്ങോട്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഏത് രീതിയിലാണ് LDF ഇത് കൈകാര്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CPM എന്തായാലും പ്രതിരോധം തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് BJPയും പ്രതിപക്ഷവും ആയുധമാക്കും. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക, നേരത്തെ സ്വർണ്ണക്കടത്ത് ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിരീക്ഷണത്തിലായിരുന്നു, അവർ സംശയമുനയിലായിരുന്നു. പിന്നീട് അന്വേഷണം അവസാനിച്ചപ്പോൾ ഇവർക്കാർക്കും പങ്കില്ല എന്ന തരത്തിലാണ് അന്വേഷണം എത്തുന്നത്. അവരുടെ കണ്ടെത്തൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ ആകുമോ ഈ അന്വേഷണം എന്ന സംശയമുണ്ട്. അതുകൊണ്ട് ഇത് വലിയ ആയുധമാക്കി സർക്കാരിനെതിരെ പ്രചാരണം നടത്തിക്കഴിഞ്ഞാൽ നിലവിലുള്ള ജനകീയ വിഷയങ്ങൾ അത് മറക്കപ്പെടും. അത് അങ്ങനെ ജനശ്രദ്ധയിൽ നിന്നും മറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണോ ഇത് എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രതിപക്ഷത്തെ പല നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് പ്രതിപക്ഷം ഇത് നിരീക്ഷിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് ഏറ്റെടുത്തപ്പോഴുണ്ടായ തിരിച്ചടി അത് ഈ കേസിലും വേണ്ട എന്നൊരു നിലപാട്, അതുകൊണ്ട് പ്രതിപക്ഷം അല്പം വിട്ടുനിന്ന് നിരീക്ഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എക്സാലോജിക് CMRL വിഷയം ഉന്നയിക്കുന്നുണ്ട്. മാത്യു കോളനാടൻ ആദ്യം കോടതിയിൽ പോയി തിരിച്ചടി നേരിട്ടതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുറമേ നിന്നുകൊണ്ട് ഇതൊരു ഒത്തുകളിയാണ് എന്ന വാദം തുടക്കം മുതലേ പ്രതിപക്ഷം പറയുകയാണ്. അത് ഏത് ഘട്ടം വരെ പോകും എന്ന് നിരീക്ഷിക്കുകയാണ് പ്രതിപക്ഷം എന്ന് വേണം മനസ്സിലാക്കാൻ.